ഗൈസ്, നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷനിലോട്ട് വരാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഗൂഗിൾ ഒരു ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞു. ലെഫ്റ്റ് ഒരുമാതിരി ലെഫ്റ്റായി പോയി. ഇതിൽക്കൂടെ എങ്ങനെ നമ്മുടെ വണ്ടി പോകും ഗൈസ്? നമ്മുടെ വണ്ടി ഇതിൽക്കൂടെ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? ഇതാ വണ്ടി ഇതിൽക്കൂടെ പോകും, പൊളിക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും താഴെ അടിപൊളിയല്ലേ ഗൈസ്? ഹൃദയം വെട്ടം മൂലമുള്ള സിനിമകൾ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. യെസ് ഗൈസ്, മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ? എന്നിട്ട് നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് മാത്രമാണ് എടുത്തേക്കണേ. ട്രെയിനൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ ഇവിടെയാണ് വെട്ടവും ഹൃദയത്തിലെ തുടക്കത്തെ ഭാഗം, പിന്നെ വെട്ടത്തിലെ ഏകദേശം പകുതിയാകുമ്പോഴുള്ള ഒരു ഭാഗത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വീഡിയോ അത്രേ ഉള്ളൂ, ഷോർട്ട്സ് ആയിട്ട് ഇടണല്ലോ. ഓക്കെ ഗൈസ്, അടിപൊളി. എൻ്റെ ബാക്കിൽ ഇപ്പോൾ അവിടെ മുതലമട എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് റെയിൽവേ ട്രാക്ക്. അങ്ങറ്റം വരെ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെ കുറേ സ്ഥലങ്ങളുണ്ട് ഗൈസ്. പിന്നെ അപ്പുറത്ത് കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, മറ്റേ നട്ടു വളർത്തിയിട്ടുണ്ട്. ഇപ്പുറത്തും കുറേ ചെടികളുണ്ട്. അടിപൊളി കാറ്റാണ് ഗൈസ്. കാറ്റ് പാലക്കാട് വന്നിട്ട് പാലക്കാടൻ കാറ്റുകൾ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഹലോ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഈ സഞ്ജു സാംസൺ CSKയിലോട്ട് മാറിയതും ജഡേജ രാജസ്ഥാനിലോട്ട് വന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സഞ്ജു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു മലയാളി ഒരുപാട് കൂടെ കളിക്കുന്നതാണ്. പക്ഷേ ജഡുവായി പോയതിൽ വളരെയധികം വിഷമമുണ്ട്. ഗൈസ്, കുറേ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് മീൽസൊക്കെ കഴിച്ചിട്ടുള്ള അയ്യപ്പാസ് ഹോംലി മീൽസ് എന്നുള്ള ഒരു ഹോട്ടൽ സെറ്റപ്പിലാണ് വന്നേക്കണം. നമ്മൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര തിരക്കാട്ടോ. നല്ല തിരക്കാ ഗൈസ്. 2000 years later. ഗൈസ്, നമ്മളിവിടെ അരമണിക്കൂറായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഭയങ്കര തിരക്കാട്ടോ. എപ്പോഴാണ് അവ കിട്ടണം ഗൈസ്? അങ്ങനെ നല്ലൊരു ഹോംലി ആയിട്ടുള്ളൊരു ഫുഡ് കഴിച്ചിരിക്കുകയാണ്. 50 രൂപയ്ക്ക് ലാഭമാണ് കാര്യം. ഓക്കെ ഗൈസ്, ഞങ്ങൾ സീതാർകുണ്ടിലോട്ട് പോകാൻ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ മലയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ബാക്കിൽ കണ്ട മലയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും ഉണ്ട് ഗൈസ്. കണ്ടോ? ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മാറി നിൽക്കാം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് വണ്ടി പോവും. ഓക്കെ, ഒരു ട്രക്കിങ് പോലെ നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കാം. ട്രക്കിങ് നിങ്ങൾ കാണുവിൻ ഗൈസ്. മല അത്യാവശ്യം കുറേ നടക്കാണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആ മലയുടെ ഒരു ചോട്ടിലൊക്കെ എത്തായിരിക്കും മിക്കവാറും. ഓക്കെ ഗൈസ്, ഞങ്ങളൊരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വെള്ളം കാണാൻ പറ്റും. ഒരു അടിപൊളി ബാക്ക് വാട്ടേഴ്സാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങളവിടെ വെള്ളം കാണുന്നില്ലേ? അതാണ് സ്ഥലം. പക്ഷെ നമുക്ക് ഇതിൻ്റെ മുകളിൽ പോകാൻ പറ്റുമായിരിക്കും. അവിടെ പോകാൻ പറ്റും. ഒരാൾക്ക് കണ്ട് 30 രൂപ കണ്ടാണ്. അപ്പോൾ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. ഇത് വെറുതെ ആയിപ്പോയി. പിന്നെ ഇവിടെ എന്തൊക്കെയോ കത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. പിന്നെ ഇവിടെ നല്ല ആംബിയൻസ് ആട്ടോ ഈ വ്യൂ പോയിൻ്റ്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മരമൊക്കെ ഉണ്ട്, കുറേ മരങ്ങളുണ്ട് ഗൈസ്. അത് കൊള്ളാം. ഇവിടെ നിന്ന് നമ്മൾ ഇതിക്കടെ മുകളിലോട്ട് പോകണം. മൂത്ത ആൾക്കാർക്ക് 30 രൂപ, ചിൽഡ്രൻസിന് 20 രൂപ, വിദേശികൾക്ക് 100 രൂപ ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വഴി ഇങ്ങനെ പോകണം ഇത് കാണാൻ വേണ്ടിയിട്ട്. സ്പോയിലർ അലേർട്ട്. സീതാർകുണ്ട് അത്ര വലിയ രസമൊന്നുമില്ല കാണാൻ, പക്ഷേ കുളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതായിരിക്കും. എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. ഓക്കെ ഗൈസ്, കണ്ടിന്യൂ.
നമ്മളിത് ബാംബൂ സ്റ്റിക്ക് പോലെ തോന്നിപ്പിക്കും, പക്ഷെ അല്ല, അത് ഇരുമ്പാണ്. ഗൈസ്, അയ്യോ ഗൈസ്, കണ്ടോ നിങ്ങൾ? കണ്ടോ അവിടെ ഒരു അതാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കുതിച്ചങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ വെള്ളം. ഇത് അവിടെ നിന്ന് തന്നെയാണ്, കാണാൻ പറ്റുമെന്നറിയില്ല. അവിടെ നിന്ന് തന്നെയാണ് വെള്ളം. ഇവിടെ നിന്ന് ഇങ്ങനെ വരും, എന്നിട്ട് ഇതേ ഇങ്ങനെ അങ്ങോട്ട് പോകും. ഗൈസ് കണ്ടോ, നമ്മളൊരു പാറയുടെ മുകളിലാണ്. ഈ പാറയുടെ മുകളിൽ അവിടെ മൊത്തം കാട്. വല്ല വന്യമൃഗം വലുതുണ്ടോ എന്ന് അറിയില്ല. ഇങ്ങോട്ടൊരു വഴിയുണ്ട്, അങ്ങോട്ടൊരു എന്തോ വലിയൊരു വഴിയുണ്ട് ഗൈസ്. അങ്ങോട്ട് പോവാം. പിന്നെ ഇവിടെയാണ് നമ്മൾ നിന്ന്. പിന്നെ അങ്ങോട്ട് എന്തോ ഉണ്ട്. ഇവിടെ മൊത്തം പ്രൊഹിബിറ്റഡ് ആയിട്ട് ഈ വേലി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സീതാർകുണ്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നു. തിരിച്ചു വരുമ്പോൾ വന്ന കാഴ്ച അടിപൊളി മരകൾ ഉണ്ടോ. അങ്ങനെ നമ്മൾ താമരക്കുളത്തെത്തി. ഇവിടെ സൂര്യ ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ ഫുള്ള് ഗാർഡനാണ്. അവിടെയാണ് നമ്മൾ പോകണം. ഇവിടെ 30 രൂപയാണ് ഒരാൾക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ പോവാം. ഗൈസ്, ഞാൻ ഇതിനകത്ത് എൻ്റെ വോയിസ് ഓവർ കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഒരു പാട്ട് പോകുന്നുണ്ട്. അത് ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ടാണ്. പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലവ് ഷേപ്പിലുള്ള ഒരു സംഭവം കാണാം. പിന്നെ സൈഡിൽ മൊത്തം പാടം കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിലൊരു വൈക്കൊരു സംഭവം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ കൊള്ളാം ഗൈസ്. അവരാരോ ബർത്ത്ഡേ ആയിരുന്നു. ഓക്കെ, ഇവിടെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അയിലോ കൊല്ലങ്കോട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് 2 സൈഡും പാടാണ് ഗൈസ്. ഇവിടെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ അയിലോ കൊല്ലങ്കോട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ അതേ ഒരു ആന നിൽക്കുന്നു. ആനയുടെ ബാക്ക് മാത്രം കാണാൻ പറ്റുള്ളൂ, ഫ്രണ്ട് നമുക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് കാണാം. പിന്നെ ഇവിടെ ഒരു ട്രീ ഹൗസ് പോലത്തെ ഒരു സംഭവമുണ്ട്. ആന ചെളിയിലാണ് നിൽക്കുന്നത്. ചെളിയിലല്ല, അതിന് തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. അടിപൊളി ചെളിയല്ലേ ആന. ടോപ്പ് നമ്മളിത് ഒരു ഹട്ടിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒന്ന് നോക്കിയാൽ എല്ലാം കാണാം. അവിടെയൊക്കെ എല്ലാം നമ്മളിവിടെ നിന്ന് ഇപ്പോൾ മടങ്ങി പോവുകയാണ് താമരപ്പാടത്തിൽ നിന്ന്. താമരപ്പാടമല്ല ശരിക്കും, ഇതൊരു ഗാർഡൻ അവർ തന്നെ ഉണ്ടാക്കിയതാണ് ഗൈസ്. എൻ്റെ മുഖം എവിടെയാ? ഇപ്പുറത്ത് ഇതേ അവിടെ മൊത്തം ഇതാണ് ഗൈസ്. അങ്ങ് ഏരിയ ഫുള്ളാണ്. ഗൈസ്, നമ്മളിപ്പോൾ കുടിലിടത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുള്ള് പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ താമരക്കുളം വഴി ഗൈസ്, ഇതാണ് താമരക്കുളം. പക്ഷേ ഇവിടെ താമരയൊന്നും കാണാനില്ല. ഇവിടെ ഒരു കുളമുണ്ട്, അത്യാവശ്യമാകാനുള്ള ഒരു കുളം. ഗൈസ്, അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നു. ആ വഴി ഇവിടെയാണ് ശരിക്കും താമരക്കുളം. ഇതാണ് താമര. നല്ല മണം വന്നുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നല്ല മണം വന്നുണ്ട്. താമരയുടെ എന്താണ് ഇതാണ് താമരക്കുളം. താമര കണ്ടി. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഫോട്ടോ ഒക്കെ ആണെങ്കിൽ എടുക്കാം. അവിടെ കുറച്ച് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതവിടെ ഫുള്ള് കുറേ ഉണ്ട്. പിന്നെ അതേ താറാവൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. കൊക്കൊക്കെ പറന്നുകൊണ്ട്. ഗൈസ്, അങ്ങനെ ഹലായ എന്നൊരു ചെറിയൊരു സ്നാക്സ് കടയിൽ കയറിയിട്ട് ഒരു മിൻലൈമും പിന്നെ ഒരു ചിക്കൻ കട്ട്ലേറ്റും കഴിച്ചിരിക്കുന്നു. നല്ലതായിരുന്നു. പിന്നെ ഇവിടുത്തെ കടക്കാർ നൈസായിട്ടോ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഗൈസ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ പാലക്കാടൻ റീസിൻ്റെ ഫേസ് 2. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമുക്ക് അവിടെ പോയി എല്ലാവർക്കും ബൈ.